ഇന്ന് പുലർച്ചെ കൊച്ചിയിൽ എത്തേണ്ട കപ്പലാണ് ഉച്ചയോടെ കൊച്ചിയുടെ തെക്കു പടിഞ്ഞാറൻ തീരത്ത് നിന്നും 38 നോട്ടിക്കൽ മൈൽ അകലെ മറിഞ്ഞത്. കപ്പലിലുണ്ടായിരുന്ന മറൈൻ ഗ്യാസ് ഓയിലിന്റെ 9 കണ്ടെയ്നറുകൾ കടലിൽ പതിച്ചു. കുറഞ്ഞ സൾഫർ കണ്ടന്റുള്ള ഓയിൽ അടങ്ങുന്നതാണ് മറൈൻ ഗ്യാസ് ഓയിൽ. ഇത് കേരള തീരത്തടിയാനുള്ള സാധ്യത കണക്കിലെടുത്ത് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. സൾഫർ കണ്ടന്റ് ഉള്ള ഗുഡ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കേരള തീരത്തിന്റെ വടക്കൻ കേരളത്തിന്റെ തീരത്തേക്കാണ് വരാൻ ഏറ്റവും സാധ്യത ഇപ്പോഴുള്ളത്. ഇത്തരം ഒരു കാർഗോ കണ്ടു കഴിഞ്ഞാൽ, എണ്ണപ്പാട കണ്ടു കഴിഞ്ഞാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശത്ത് വിനോദത്തിന് പോകുന്നവരും തീരദേശവാസികളും ദയവായി അതിനടുത്തേക്ക് പോകരുത്, തുടരുത്. നിലവിൽ കടലിൽ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 24 ജീവനക്കാരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത്. ഇവർ എല്ലാവരും സുരക്ഷിതരാണ്. 21 പേരെ രക്ഷപ്പെടുത്തി. ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ള മറ്റു 3 പേർ ഏതെങ്കിലും തരത്തിലുള്ള അടിയന്തര സാഹചര്യം നേരിടാൻ കപ്പലിൽ തുടരുന്നുണ്ട്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിനാണ് രക്ഷാദൌത്യത്തിന്റെ ഏകോപനം. ICG സക്ഷം, അർണവേഷ്, INS സുജാത തുടങ്ങിയ കപ്പലുകളും ഒരു ഡോണിയർ വിമാനവും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു. കപ്പലിലെ വസ്തുക്കൾ നാളെ രാവിലെ മുതൽ മാറ്റാനുള്ള നടപടി ആരംഭിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. അപകടം പറ്റിയ കപ്പലിൽ ഇന്ന് രാത്രിയും കോസ്റ്റ് ഗാർഡിന്റെ നിരീക്ഷണം തുടരും. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.